ഗായ്സ് നിങ്ങൾക്കറിയാലോ അയനുക്കാക്കി ഉമ്മയും വീട്ടിലില്ല, അവരൊരു ട്രിപ്പ് പോയിരിക്കാന്ന്. അതുകൊണ്ട് ഞാനും പപ്പയും മാത്രം ഒറ്റയ്ക്കല്ല വീട്ടിൽ. അപ്പൊ ഞാൻ പപ്പൻ്റെ അടുത്ത് പറഞ്ഞു, പപ്പ എനിക്ക് ബോറടിക്കുന്ന എന്നെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകും. സോ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ കൊച്ചിയിലുള്ള ലാസാ പാർക്കിൽ കൊണ്ടുപോകാൻ. അപ്പം എൻ്റെ കൂടെ ലാസാ പാർക്കിൽ പോവാൻ എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള അഞ്ജയും എൻ്റെ കൂടെ ഉണ്ട്. അഞ്ജയ്, നമുക്ക് ലാസാ പാർക്ക് അടിച്ചു പൊളിക്കണ്ടേ? അതെ, നമ്മൾക്ക് അടിച്ചു പൊളിക്കാം ഗായ്സ്. അപ്പൊ നമ്മൾക്ക് നോക്കാം എങ്ങനെയുണ്ട് ലാവാ പാർക്ക്. എടാ ലാവാ പാർക്ക് അല്ലടാ, ലാസാ പാർക്ക്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് ലാസാ പാർക്ക് കാണണമെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ, സ്കിപ്പ് ചെയ്യാണ്ട്. സോ കം ഓൺ. ലാസാ പാർക്കിന്റെ എൻട്രി ഫീ 150 രൂപയാണ് കേട്ടോ. ഈ വീഡിയോ കാണുന്ന പോലത്തൊക്കെ ഉള്ളൂ കിഡ്സിന് അവിടെ കളിക്കാൻ പറ്റുന്നേ. എന്തായാലും ഞങ്ങൾ അതിനകത്ത് കുറേ നേരം കളിച്ച് നല്ലപോലെ എൻജോയ് ചെയ്തിട്ടോ. അവിടെ ജീപ്പും മറ്റ് വണ്ടികളൊക്കെ ഉണ്ട് ഡ്രൈവ് ചെയ്യാൻ. അത് ഫ്രീ അല്ല, അതിനൊരു 300 തൊട്ട് 400 വരെ റേറ്റ് വരുന്നുണ്ട്. പക്ഷെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ഡ്രൈവ് ചെയ്യാൻ. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാ റൈഡ്സും നമുക്ക് ഫ്രീ ആണ് കേട്ടോ. ഇവിടുത്തെ JCBയിൽ മണ്ണ് വാരി കളിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. അവിടുത്തെ കുതിരേന്റെ മുകളിൽ ഇങ്ങനെ ആടി ആടി കളിക്കാൻ നല്ല രസമാണ്. എയ്റോപ്ലെയിൻ ഒന്നും പറയണ്ട, ഞാൻ പറന്നു പോകുന്ന പോലെ ആയിരുന്നു. ട്രെയിനിനകത്ത് ഞാനും മഞ്ജുവും കൂടെ പാട്ടും പാടി കളിച്ച് കുറേ റൗണ്ട് അടിച്ചു. ഈ റൈഡിന് പറയണ്ട, ഞാൻ നല്ലപോലെ പേടിച്ചിട്ടോ, ചെറുതായിട്ടൊക്കെ ഒന്ന് കൂവിട്ടോ. സ്പീഡിൽ മുകളിലേക്കും താഴത്തേക്കും പോകുമ്പോൾ ഞാൻ ശരിക്കും ഒന്ന് പേടിച്ചിട്ടോ. പിന്നെ ഞങ്ങൾ ഫൈൻഡ് ദ വേയിൽ പോയപ്പം അവിടെ ഫുൾ മിറേഴ്സ് ആയിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങാൻ കുറേ കഷ്ടപ്പെട്ടിട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഗെയിമിംഗ് സെക്ഷനല്ല, പക്ഷെ അവിടെ ഒരു ഗെയിം മാത്രമേ അവർ കളിക്കാൻ സമ്മതിച്ചുള്ളൂ. ഈ ഐസ്ക്രീം അവർ നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ് കേട്ടോ. പിന്നെ നേരെ പോയത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളിലേക്കാണ്. അവിടെ പോയി ഞാനും മഞ്ജും നല്ലപോലെ എൻജോയ് ചെയ്തു. പക്ഷേ ഈ സ്വിമ്മിംഗ് പൂൾ ഫ്രീ അല്ല കേട്ടോ, ഇതിനൊരു 280 റുപ്പീസ് ചാർജ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 അവേഴ്സിൻ്റെ മേലെങ്കിലും സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ ഞാൻ എന്തുമാത്രം എൻജോയ് ചെയ്തെന്ന്. ഈവനിങ് 7 PM ആയപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം ഒരു 4 അവേഴ്സ് ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നു. അപ്പോൾ പപ്പ ഞങ്ങൾക്ക് ഒരു ബ്രോസ്റ്റഡും ചോക്ലേറ്റ് ഷേക്കും മേടിച്ചു തന്നു. ഗായ്സ്, ലാസാ പാർക്ക് അടിപൊളിയായിരുന്നു. അവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ ഓരോ റൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുൾ റൈഡ്സിലും കയറി. പിന്നെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഇനിയുള്ളത് അവൻ പറയും. ഗായ്സ്, നല്ല സൂപ്പർ ആയിരുന്നു. ഈ റൈഡ്സ് ഒക്കെ നന്നായിരുന്നു. അത്രേ എനിക്ക് പറയാനുള്ളൂ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ബൈ, ഷെയർ, കമന്റ്. ശരി, അപ്പൊ ഇനി ബൈ.